നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തൽ ഉണ്ടായിരുന്നല്ലോ. എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുമുള്ളതാണെന്നായിരുന്നു കണ്ടെത്തൽ. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിലുള്ളത്. ഈ ബംഗളൂരു ROCയുടെ പക്കൽ എക്സാലോജിക്കിനെതിരെ ഒരു പരാതിയായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ കേരള ROCയുടെ പക്കൽ ഒന്നിലേറെ പരാതികൾ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം. എന്തായാലും ROC റിപ്പോർട്ടിലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലും CBI അന്വേഷണത്തിന് ശുപാർശ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് ശുപാർശ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവരുടെ നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇതിൽ CBI അന്വേഷണവും ആകാം എന്നതായിരുന്നു. അതനുസരിച്ചാണെങ്കിൽ ഷോൺ ജോർജ് ഇടപെടും മുമ്പ് ഇക്കാര്യത്തിൽ ഇടപെടാമായിരുന്നത് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനാണ്. കേരളത്തിൽ നിന്ന് മറ്റാരേക്കാളും കേന്ദ്രത്തിൽ ഇടപെടൽ നടത്താൻ സാധിക്കുക സ്വാഭാവികമായും ക്യാബിനറ്റ് റാങ്കുള്ള ഒരാൾക്കാണല്ലോ. എന്തുകൊണ്ട് മുരളീധരൻ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയവും ഗൗരവപൂർണമായ വിഷയവുമാണ്. 1.35 കോടി എന്നത് കേരളത്തിൽ വലുതാണെങ്കിലും ദേശീയ തലത്തിൽ അത് കുറവാണ്. 1 ലക്ഷം കോടിയുടെ തട്ടിപ്പ് നടത്തിയവരുടെ വാർത്തകൾ പുറത്തു വന്നതൊക്കെ നാം വായിച്ചതാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടും കേന്ദ്രത്തെ സംബന്ധിച്ച് ചീള് കേസാകാനേ വഴിയുള്ളൂ. മാത്രമല്ല, ആഭ്യന്തര മന്ത്രാലയത്തിലെ പേഴ്സണൽ സെക്രട്ടറിമാരുടെ അടുത്താണ് ഈ ഫയലുകളൊക്കെ എത്തുക. അതുകൊണ്ട് തന്നെ കേസ് താഴെ പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ കേസ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ഇക്കാലയളവിനുള്ളിൽ കേരളത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുടെ അവകാശമാണ്. പ്രത്യേകിച്ച് എതിർചേരികളിൽ നിൽക്കുന്നവരാണ് രാഷ്ട്രീയപരമായി നോക്കിയാൽ പിണറായിയും മുരളീധരനും. പിണറായിക്കെതിരെ ഇത്തരമൊരു സുവർണാവസരം വീണ് കിട്ടുമ്പോൾ സ്വാഭാവികമായും വേണ്ടത്ര ഇടപെടലുകൾ നടത്തി CBI അന്വേഷണം എന്നേ മുരളീധരന് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന ഡീൽ എന്താണ്? അത് തുറന്നു പറയാനുള്ള ആർജവം V മുരളീധരന് ഉണ്ടാകണം. എത്രയെത്ര തെളിവുകളാണ് ഇവർക്കെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലെ ക്രമക്കേടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സാലോജിക്കിന് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ നൽകിയത്. 2021 മെയ് മാസത്തിൽ എക്സാലോജിക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ROC പരിശോധനയിൽ കണ്ടെത്തി. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനാകില്ല. നിയമ നടപടികൾ ഇല്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക് നൽകിയ രേഖ. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് കിട്ടിയത് എക്സാലോജിക് മറച്ചുവെക്കുകയാണ് ചെയ്തത്. ആദായ നികുതിയായി 42,38,038 രൂപയും അതിന്റെ പലിശയും എക്സാലോജിക് അടക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങളാണ് വീണയും എക്സാലോജിക്കും നൽകിയത്. 2022 നവംബറിൽ കമ്പനി മരവിപ്പിച്ചതിന് ശേഷം സമർപ്പിക്കേണ്ട MSC 3 രേഖ ഹാജരാക്കിയതുമില്ല. രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന 447, 448, 449 വകുപ്പുകൾ ചുമത്തണമെന്നാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. വീണ വിജയന്റെയും കമ്പനിയുടെയും രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കന്ദസ്വാമി ത്യാഗരാജു ഇളയരാജയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. വീണ നടത്തിയ ക്രമക്കേടുകൾ പിഴശിക്ഷയിൽ ഒതുക്കാവുന്നതല്ലെന്നും പ്രോസിക്യൂഷൻ നടപടികൾ വേണമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി മരവിപ്പിച്ച നടപടി പിൻവലിക്കാമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കെ തന്നെ V മുരളീധരൻ എന്തുകൊണ്ട് വാ തുറന്നില്ല എന്നുള്ളതും എന്താണ് പിണറായിയുമായി വെച്ച ഡീൽ എന്നതും തുറന്നു പറയേണ്ടതുണ്ട്. നന്ദി.